ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് പുൽക്കൂട് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമായി എത്തുന്ന ക്രിസ്മസ് കാലത്തെ പ്രധാന ആകർഷണമാണ് ക്രിസ്മസ് പുൽക്കൂട്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദേവാലയങ്ങളിലും വീടുകളിലും പുൽക്കൂട് ഒരുക്കുന്നത്. ഒരു ലാളിത്യത്തിന്റെയും പ്രതീകമായാണ് പുൽക്കൂടിനെ കാണുന്നത്. ഒരു രാജാവ് ജനിക്കേണ്ടിയിരുന്ന ക്രിസ്തു ഒരു തൊഴുത്തിൽ ജനിച്ചു എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഒരു പുൽക്കൂട്ടിൽ പ്രധാനമായും ഉണ്ണീശോ, കന്യകാമറിയം, ഔസേപിതാവ് എന്നിവരുടെ രൂപങ്ങളാണ് മുഖ്യ ആകർഷണം. കൂടാതെ ആട്ടിടയന്മാർ, രാജാക്കന്മാർ, മാലാഖമാർ എന്നിവരുടെ രൂപങ്ങളും ഉൾപ്പെടുന്നു. AD 1123 ക്രിസ്മസ് തലേന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും സഹോദരന്മാരും ചേർന്ന് ഇറ്റലിയിലെ ഗ്രേച്ചിയോ എന്ന ഗ്രാമത്തിലെ ഒരു ഗുഹയിലാണ് ആദ്യമായി പുൽക്കൂട് ഒരുക്കിയത്. അക്കാലത്ത് ഭൗതികമായ സുഖലോലുപതയിൽ മുഴുകി ജീവിക്കുന്നവരായിരുന്നു ജനങ്ങളിൽ പലരും. ബത്ലഹേം സന്ദർശിച്ച വിശുദ്ധ ഫ്രാൻസിസ് അവിടെ എളിയ സാഹചര്യത്തിൽ ജനിച്ച യേശുവിന്റെ ജനങ്ങളെ നേരിട്ട് ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നതിനായി ഒരു ജീവനുള്ള പുൽക്കൂട് നിർമ്മിക്കുവാൻ ആഗ്രഹിച്ചു. ജീവനുള്ള പുൽക്കൂടിന്റെ പ്രതീതി ഉണ്ടാക്കുന്നതിനായി അദ്ദേഹം ജനങ്ങളെ ജീവനുള്ള മൃഗങ്ങളെയും പുൽത്തൊഴുത്തിൽ അണിനിരത്തി. മറ്റുള്ളവരെ മാലാഖമാരായും രാജാക്കന്മാരായും ആട്ടിടയന്മാരായും വേഷം ധരിപ്പിച്ച് ആ രംഗം പുനരവതരിപ്പിച്ചു. അങ്ങനെ ജീവനുള്ള പുൽക്കൂട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. പുൽക്കൂടിന് മുൻപിൽ അദ്ദേഹം സുവിശേഷം വായിച്ച് വിശദീകരണം നൽകുകയും ഉണ്ണിയെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുകയും ചെയ്തു. ഈ വാർത്ത രാജ്യമെമ്പാടും വ്യാപിക്കുകയുണ്ടായി. പിന്നീട് ഈ ആചാരം എല്ലാ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിലും വീടുകളിലും ക്രിസ്മസ് ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്തു. ഉണ്ണീശോയുടെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രിസ്തുവിന്റെ ലാളിത്യവും വിനയവും നമുക്ക് ജീവിതത്തിൽ മാതൃകയാക്കാം. എല്ലാവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു സന്തോഷമുള്ള ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. മെറി ക്രിസ്മസ്.